മുണ്ടൂര്. ആരോ അറിഞ്ഞിട്ട പേരാ. സഹോദരാ, ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാന്റും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്, ഇല്ലയോ? എന്താ വെളിച്ചപ്പാട്? അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിലും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. ഞാൻ പറ. നീ പറയലടാ, പറയും പറ. ഇനി ഒന്ന് എന്നറിയോ? ദേവി മുണ്ടുവരയ്ക്കും ഓടിക്കൂ. എനിക്ക് എന്നെ ഇഷ്ടം. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് നന്നായിരിക്കും. പട്ടി, അയ്യോ, നിങ്ങളൊരു കാര്യം ചെയ്യും, താഴെ കാവിലേക്ക് വെക്കോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അയ്യോ പട്ടി, ദേവി രക്ഷിക്കണേ. ഓടി പട്ടി, പോൻ പട്ടി, ഓടി. ഞാൻ പറഞ്ഞില്ലേ, ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ. സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ. അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട്? നീ പോയി പറിച്ചോണ്ട് വാ. എനിക്ക് സേർട്ട് തരോ? തരാം. അവൻ എന്റെ മുണ്ടൊരിഞ്ഞു. ഇവിടെ കുഞ്ഞവറ, എടാ കുഞ്ഞവറ, എന്തോ ഒന്ന് ഇത്രടം വരെ വന്നേ. മുട്ടമായിരുന്നു താഴെ പോയി. കുഞ്ഞവറ, പറഞ്ഞോ നീ ഇങ്ങോട്ട് വരണ്ട. എന്താണ് ഉണ്ണി? എന്താണ് കാലത്ത് കഴിച്ചത്? കഴിച്ചതല്ല, അഴിച്ചതാ. കർത്താവ്, ഇത് അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ, അപ്പ അച്ഛനും ഉണ്ണീശോയാ? അച്ഛോ, കൊച്ചു കുട്ടിയാണ്, വികൃതിയാണ്. എന്നിട്ടിപ്പോ എന്തായി? ആ പള്ളിയിലെ അച്ഛൻ മുണ്ടു കുറച്ചപ്പോ തൃപ്തിയായില്ലേ? ചേടാ, ഇടവകയിലെ അച്ഛൻ മുണ്ടു കൊടുത്തോ നടക്കുമെന്ന് അവൻ അറിയോ? അവൻ കുഞ്ഞല്ലേ? കുഞ്ഞു നല്ല പെട കൊടുക്കാത്തൊരു കുഴപ്പാ. അവൻ കുഞ്ഞു തന്നെ മാഷേ. ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ. വലുതാകുമ്പോ ശരിയായിക്കൊള്ളും. എന്റെ കാരണോട് ആ കൊട്ടയത്ത് തലയിൽ വെച്ച നീങ്ങി നടയുന്നേ. അച്ഛാ, പിച്ചക്കാര് വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റുള്ളൂ പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണേ. ക്ലാസ്സിൽ കയറിക്കോ. പാവം. എന്താച്ചോ? എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. അതെങ്ങി തരൂ. അച്ഛോ, ഓ, എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദന. നിവേദനോ? അതേ, നിവേദനം. അതിന്റെ ബാക്കി ആരാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഉള്ളത് പറയാലോ മാഷെ. ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് നിവേദ്യം. നിവേദ്യല്ല, നിവേദനം. അതെങ്കിൽ അത് തന്നെ. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും വരണ്ട. കാര്യങ്ങളൊക്കെ ഏറ്റോളാന്ന് വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയ ആള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷെ. എല്ലാം അച്ഛൻ നോക്കിക്കോളും മാസ്റ്റേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി. അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ടാവും. അപ്പോഴും അരയ്ക്കാൻ പാല് മാറ്റിപ്പൊടി വിളിച്ചപ്പോടെ.
അരയ്ക്കാൻ ആള് വേണ്ടേന്ന്. അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ. അച്ഛൻ അറിയൂ? അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ അല്ലേ വെളിച്ചപ്പാടെ? ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷൊന്നും പറഞ്ഞില്ല. ഉം. ആ ഇതാ വലിയ ഉരുളി കൊണ്ട് കിട്ടോ. എന്റെ ഈശോയെ ഒന്ന് വാടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെ വായി തുറന്നിരിക്കണത്. അയ്യോ ഇതാ അര പോരെ. ഒന്നങ്ങനെ തന്നാലുണ്ടല്ലോ. ഇതെന്താണ് ഇത്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി, കരിപ്പെട്ടി. എടോ പണ്ടാരമേ, കരിപ്പെട്ടി ചക്കര എടുക്കാനാ ആ പറഞ്ഞത്. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടി എന്ന് പറയാ. അപ്പൊ പഞ്ചാരക്ക് എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ. ഇക്കണക്കിന് കുന്തിരിക്ക എടുക്കാൻ പറഞ്ഞ താൻ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ഈ മരപ്പട്ടിനാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ആ അമ്മു, ഈ കരിപ്പെട്ടി എവിടെ ഇരിക്കാ? ചക്കരേ, അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണ്ട. ചക്കരൊക്കെ ഞാൻ എടുത്തരാം. നീ എന്ന് ആ ആടലോടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ? അജമാംസ രസായനത്തിനാ? എന്തേ കൺഫ്യൂഷനായ? ഓമനക്കുട്ടേട്ടാ, എന്തോ? ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുവോ? പിന്നെ തന്നേക്ക്. ദാ ഇവിടെ ഇരിക്കുന്നു. ഇതാ ആ ഈ ചക്ക. ആ ഇതൊരുമാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്കെന്ന് പറഞ്ഞപ്പോ 5-6 ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല. ഒന്ന് താങ്ങി. ആ ഇതാണോ താങ്ങ്? ഇതിനും കഴിഞ്ഞ ഒറ്റക്ക് താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് 2 ചാക്ക് നെല്ലിക്ക കുത്തിക്കയറ്റി വെച്ചേക്കാനല്ല. ഒടുക്കത്തെ കാനും. മാഷെ കൈപ്പുണ്യം എന്ന് പറയുന്നത് എന്താ വെച്ചോ? മാഷെ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. ആ എന്നാൽ ഇനി തല പൊതിച്ചിട്ടുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓ ഓമനക്കുട്ടാ, എന്താണ്? ആ തലപോച്ചിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ കമ്പിപ്പാര മതിയാ? ബ്രദർ, തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത്. വെറുതെ ആശിപ്പിച്ചു. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയെ കെട്ടി വെച്ചിട്ടുണ്ടല്ല. ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്. ആ തളിരില്ല മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ കിട്ടിയിരുന്ന ഈ പാല് കൊടുത്ത് വളർത്തായിരുന്നു. വളർത്താം, പിച്ചക്കാരൻ എന്തെങ്കിലും കൊടുക്കച്ചാ? കൊടുക്കാം. തരാം. ധാര തുടങ്ങാൻ പോകുകയാകുന്നു. ആരാ? ധാര, ജലധാര. അത് അച്ഛന്റെ ആരാ? എന്താണ് വലിയ ആൾക്കാർ സംസാരിക്കണ്ടില്ലേ? അതിന്റെ ഇടയിലെ വെള്ളം ഒഴിക്കണേ? അതൊന്നും കാര്യമാക്കണ്ട, ഒഴിക്കുക. ഇരിക്കാനൊന്നും എനിക്ക് തരില്ല, എനിക്ക് വെട്ടിട്ട് പോണം. കാണിക്കണേ, ആ കത്തിങ്ങട് തരൂ. അവിടെ ഇരിക്കാൻ കണ്ടോ, ഇപ്പൊ എത്ര നല്ല കുട്ടിയാ. അമ്മ വെള്ളം ഒഴിച്ച എനിക്ക് പനി വരില്ല. മാറി മാറി ഉണ്ടാ പക്രു. അപ്പൊ അതായിരുന്ന കാര്യം. മീൻകാരൻ വന്നു. വരണോ? ഈശോയെ, മാഷിനെ കണ്ടാടോ? ഇല്ല. പഞ്ചവർണ്ണ മാഷിനെ കണ്ടാടി? അവിടെ ഉണ്ടാവും. ആ എന്റെ മാഷെ, മാഷ് ഇവിടെ വന്ന് നിൽക്കണ. ഇവിടെ നെല്ലിമരം ഉണ്ടാ? ഉണ്ട് മാവ, ഉണ്ട് പ്ലാവ, ഉണ്ട്. തേക്ക. ഹ, ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവുള്ള കേസാണിത്. അണ്ടർവെയർ വള്ളി പമ്പക്കി മാറ്റും പാമ്പാട്ടി നീ. ഇവിടെ ഇവിടെ അത് ഇന്ത്യയുടെ പണ്ടാരമേ. ഇവിടെ ഇവിടെ അങ്ങനെ പറ. തനിക്ക് ഞാൻ തിരുമ്പി തരട്ടെ. വേണ്ട 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 വേണ്ട. തനിക്ക് എന്താ ഭ്രാന്തുണ്ടാ? ആയി വന്നല്ലോ കുരിശുമാല. ദാ, ഈ മിഠായി കഴിച്ചോളൂ. ഇത് മിഠായിയല്ലല്ലോ, ഗുളികയല്ലേ? മിടുക്കൻ, ഇത് കഴിച്ചോളൂ. പകുതി കഴിച്ചാ മതി കേട്ടോ, ബാക്കി പകുതി പിന്നെ കഴിക്കാം. പകുതി എന്ന് വെച്ചാ? ഇതിൽ 8 ഗുളികയുണ്ട്. 8ന്റെ പാതി എത്ര? 8ന്റെ പാതി ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇങ്ങനെയാണെങ്കിൽ 3, ഇങ്ങനെയാണെങ്കിൽ 0. മിടുക്കനാ മിടുക്കനാ. ഒന്നും അറിയില്ല. മരുന്ന് മിഠായിന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ. നോക്കണ്ട, ഇയാളാ.
ദാ, ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. അങ്ങനെ പറയരുത്, കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. ഒന്നുമില്ല. ദേ, ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക. ആ, വെള്ളം എടുക്കുക. എന്നിട്ട് വേഗം ആയിക്കോട്ടെ. എന്ത് വേണം? ഇഴുങ്ങി. മിടുക്കൻ. വിഴുങ്ങി. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോഗിക്കേണ്ടത്. ഇതും കൂടി കളഞ്ഞേക്കൂ. അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണു? ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നെന്ന്? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛൻ എന്താ ഉദ്ദേശിച്ച? അച്ഛൻ എന്താ ഉദ്ദേശിച്ച? കുഞ്ഞവറാ, അച്ഛൻ എന്താ കുഞ്ഞവറാ. ദാതായി മരുന്ന് കഴിച്ചേ. അച്ഛൻ തന്നാ കഴിക്കില്ല. മോനെ. ആ, ഈ അച്ഛനാണാ? വെള്ളം എടുത്തേ, വെള്ളം എടുത്തേ. എങ്ങനെയുണ്ട്? പിരിഞ്ഞു പോണവരെ. കുഴപ്പമൊന്നുമില്ലല്ലോ. മോനും നേരെ നിന്നേ. നിന്നല്ലോ. നിന്നച്ചാ എന്നെ തല്ലിയല്ലേ? ഇറങ്ങടാ വെളിയില്. എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് ഇനി മേലെ പഠിക്കാത്ത കയറി അടിച്ചു വെച്ച. ആഹാ, ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എടി പറഞ്ഞേട്ടില്ലടി, ഇനി നമ്മൾ ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. വാടി. ഞാനങ്ങ് തന്നാലുണ്ടല്ലോ, ഇനി എന്നെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുപോരുത്. നിങ്ങളുടെ എന്തിലേണ്ടല്ലോ അവളുടെ കൂടെ പോയി പുറത്തു. അളിയാ, നേരത്തെ തോളത്തെ ബേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. ബട്ട് എനിക്കെല്ലാമായി തൃപ്തിയായി. ബേടി പോടാ. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അളിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ടോ? മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലേക്ക് ഊതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയാ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. ബാങ്ക് കൊടുക്കുന്നത് പിന്നെ ശിരസിൽ കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട. നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിലേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ. അയ്യോ, ഇരിക്കടാ അവിടെ, ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അച്ഛോ, അയ്യോ, അനക്കല്ലേ ഈ മൺകിരിയുടെ തലേന്നൊന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണ്ണത്തിന്റെ മുണ്ടു പറിക്കാൻ പോകും.
പാവം വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്തായി കാണിക്കുന്നത്? നമുക്ക് കോംപ്രമൈസ് അടി കോംപ്രമൈസ് ഇല്ല, അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് മരിച്ചിട്ടില്ലടാ. ഈ റൗഡി ഭാസ്കര പുലിയാടാ, പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകൂടാ. എന്നാ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. അയ്യോ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി ഇന്ന് ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ല്. കൃഷ്ണൻകുട്ടി, ആ? 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ആ. ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയം എടുക്കും. ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ് ഇവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. കൃഷ്ണൻകുട്ടി, ആ എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തു? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. എന്താടാ 75 അത് അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ. അളവെടുക്കട്ടെ? നിക്കല്ലേ? ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപ ഉള്ളൂ. 150 രൂപയെ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപയ്ക്ക് ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാ അളവെടുക്കട്ടെ? ഇതെന്താ ഇത്? ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തികയില്ല. ആണോ? അപ്പൊ ഇവിടെ നിന്ന് എടുക്കാം. ഇച്ചിരി മേലെ, ഇറക്കം ഇത് മതി. ഇച്ചിരി കൊടുത്താ. 1/2 ഇഞ്ച്. അല്ല, ആ ചെരുപ്പ് വരെ ഇരുന്നോട്ടെ. ചെരിപ്പ് വരെ അല്ലേ? അല്ല, ചെരിപ്പ് വരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരുപ്പ് വരെ നീളമുള്ള ട്രൗസർ. ഈ ഇറക്കം കൂടാൻ നേരത്ത് 2 മതി. പാന്റ് എന്താടാ? ഒന്നുമില്ല. അതെ, ഇന്നീ എന്നാ ഞങ്ങൾക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ ഒരു പ്രായം. തനക്ക് തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരും ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്ത്. ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീയായിരിക്കും. ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെച്ചതാ. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ 2 കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ? ശരിയാ. പോ ചെല്ല്. മിസ്റ്റർ പ്രഭാകർ, നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക്. എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ? വല്ല മന്ത്രിമാരെ കൊണ്ട് ചെയ്യിച്ചാ പോലെ. അയ്യോ, എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചുപൂട്ടാനല്ല. നീയൊക്കെ പാന്റ് അല്ല എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവില്ല. ഉണ്ണിയില്ലേ ഇവിടെ? ഇനി അടുത്ത മാസം 1-ാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. ആനയാണ്. ഇതൂടെ. എന്താടോ ഇത് ആനയ്ക്കുള്ളതാ? അല്ല, ഇതൊരു ഉപകാരമാണ്. ഉപകാരമല്ലടോ, ഉപകാരം. രണ്ടും ഒന്ന് തന്നെ മാഷേ. സമ്മാനം ഉണ്ണിക്കൊള്ളതാ. അതെ മാഷേ, ഈ നാടിന്റെ മുഖച്ഛായ മാറ്റിയത് ഉണ്ണിയാ. നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാണ്. അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ. ഉണ്ണിയേ, അവിടെ നിൽക്കേ. അവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല മാഷേ. യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണുള്ളൂ. എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ്? അല്ല, അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റ് ഇല്ല. വെറും കൺട്രി ഗ്രാമം. ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങോട്ട് ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം. 50-50. അതാ കടയുടെ പേര്? ഏയ്, നമ്മൾ തമ്മിലുള്ള ലാഭക്കരാറാണ് 50-50. ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടുമോ മാഷ? അങ്ങോട്ട് നോക്കി. ഉണ്ണിയ ഉണ്ണേ എന്താ മാഷ ചന്തിക്ക്? ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. ഉണ്ണിയെ കാണാനെന്നും പറഞ്ഞ് ഒരുത്തോടി പഠിക്കാതെ കയറിപ്പോയത് അടിച്ചു വെച്ച
അവന്റെ കൊണ്ടുപോടും അങ്ങാടെങ്കിലും. എന്നാ കൃഷ്ണൻകുട്ടി കടയുടെ ഉദ്ഘാടനം അത് പറയാൻ മറന്നുപോയി. നിന്റെ അമ്മൂമ്മയുടെ 16 അടി എന്തിന് കവലയ്ക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം